നമസ്കാരം. അജയ്സ് പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. Here what we do is express. L2 എമ്പുരാൻ, ദ മോസ്റ്റ് എവൈറ്റഡ് മലയാളം മൂവി ഓഫ് ദ ഇയർ. അതിൻ്റെ ടീസർ ഇന്ന് ഇറങ്ങി. കൊച്ചിയിലെ ലേ മെറിഡിയനിൽ വെച്ച് ഇന്ന് വൈകിട്ടായിരുന്നു ടീസറിൻ്റെ ലോഞ്ച്. നമ്മൾ ടീസർ കണ്ടു. ലൂസിഫറിൻ്റെ ഈ രണ്ടാം ഭാഗത്തിൻ്റെ പേര് L2 എമ്പുരാൻ എന്നാണ്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. എമ്പുരാൻ എന്നതിൻ്റെ ലെറ്ററിങ് ശ്രദ്ധിച്ചോ? എമ്പുരാൻ്റെ 2 എയും ചുവന്ന നിറത്തിലാണ്. മാത്രമല്ല എമ്പുരാൻ എന്ന് എഴുതുന്നതിനിടയിൽ എല്ലാം ഓരോ ഫുൾ സ്റ്റോപ്പുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ലെറ്ററിനുമിടയിൽ ഫുൾ സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത്? എന്തിനാണ് 2 എയും ഇങ്ങനെ ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്നത്? സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത് ഇതാണ്. സോഷ്യൽ മീഡിയ ഈ ഒരു എമ്പുരാൻ എഴുതിയിരിക്കുന്നത് ഡീകോഡ് ചെയ്യുന്നത് പല വിധത്തിലാണ്. ഈ 2 ചുവന്ന നിറത്തിലുള്ള എ അത് ആസ്ട്രം അർജൻറ്റം എന്നതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ് എന്ന് കരുതുന്നവർ പലരുമുണ്ട്. ആസ്ട്രം അർജൻറ്റം എന്നത് ഒരു ലാറ്റിൻ പേരാണ്. 1907 അലിസ്റ്റർ ക്രൗളി എന്നു പേരായ ഒരു ഒക്കൾട്ടിസ്റ്റ്, അയാൾ രൂപം കൊടുത്ത ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷനാണ് ഈ ആസ്ട്രം അർജൻറ്റം. ലൂസിഫറിൽ ഇലൂമിനാറ്റിയുമായി ചില റെഫറൻസ് വരുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇവിടെയും ക്രൗളി സ്പിരിച്വാലിറ്റിയും ശാസ്ത്രവും കൂട്ടിയിണക്കുന്നത് സയൻറ്റിഫിക് ഇലൂമിനിസം എന്നൊരു സിസ്റ്റം ഉപയോഗിച്ചാണ്. ഇതെല്ലാം കേട്ടിട്ടാണ് രണ്ടും തമ്മിൽ, അതായത് ആസ്ട്രം അർജൻറ്റവും എമ്പുരാൻ്റെ 2 എയും തമ്മിൽ ബന്ധമുണ്ടെന്ന് സോഷ്യൽ മീഡിയ കരുതുന്നത്. സത്യത്തിൽ ഈ സയൻറ്റിഫിക് ഇലൂമിനിസവും ഇലൂമിനാറ്റിയും രണ്ടാണ്. ഇതൊന്നുമല്ല. എമ്പുരാൻ ആദ്യം എഴുതി വരുന്നത് 2 എയും കറുത്ത നിറത്തിലാണ്. പിന്നീട് ആ 2 എയും ചുവന്ന നിറത്തിലേക്ക് ചുവപ്പ് പടരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ബ്ലഡ് ഷെഡ് ആണ് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് 2 എ മാത്രം എന്ന് തിരിച്ച് ചോദിക്കുന്നവരും സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. ഇനി ടീസറിലേക്ക് വന്നാൽ, ടീസറിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു നഗരം പേരെഴുതി കാണിക്കുന്നത് ഖാർഗോഷ്, ഗോസ്റ്റ് സിറ്റി, നോർത്തേൺ ഇറാഖ് എന്നാണ്. ഖാർഗോഷ് ഒരു ഗോസ്റ്റ് സിറ്റി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. നോർത്തേൺ ഇറാഖിലുള്ള ഈ അസീരിയൻ സിറ്റി 2014 ഐസിസ് പിടിച്ചെടുക്കുകയും അവിടെ താമസിച്ചിരുന്ന ക്രിസ്ത്യാനികളെ കൊല്ലുകയും ഓടിച്ചു വിടുകയും ഒക്കെ ചെയ്തു. അവരുടെ പള്ളികൾ അവർ പിടിച്ചെടുത്ത് ഡീസിക്രേറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു നഗരം ഒരു ഗോസ്റ്റ് സിറ്റിയായി മാറി. തീർച്ചയായും ഐസിസ് റെഫറൻസും ഈ ചിത്രത്തിൽ വരുന്നുണ്ട് എന്ന് വേണം കരുതുവാൻ. ഇടയിൽ ഡെത്ത് ടു ദ ഡെവിൾ എന്ന് ഇംഗ്ലീഷിലും അറബിക്കിലുമൊക്കെ എഴുതിയ ഒരു ശിലാഫലകം പോലെ എന്തോ ഒന്ന് കാണിക്കുന്നുമുണ്ട്. മഞ്ജു വാര്യരുടെ പ്രിയയോടെ രാംദാസ് പറയുന്ന ചുറ്റുമുള്ളത് എന്നെങ്കിലും ഒരിക്കൽ തകർന്നു എന്ന് തോന്നുമ്പോൾ സ്റ്റീഫനെ കാണണം എന്ന് പറയുന്നത് മുതലുള്ള മിക്കവാറും ചില ഡയലോഗുകളെല്ലാം തന്നെ ഈ ടീസറിലും വരുന്നുണ്ട്. പക്ഷേ ടീസറിൽ രാംദാസിൻ്റെ ചിത്രത്തിന് മുമ്പിൽ നിൽക്കുന്നത് ജിതിൻ രാംദാസായ ടൊവിനോയാണ്. സ്റ്റീഫൻ്റെ പഴയ അംബാസഡർ കാറും ടീസറിലുണ്ട്. അത് പൊടി പിടിച്ച് മൂടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. സ്റ്റീഫൻ കുറേ കാലങ്ങളായി നാട്ടിലില്ല എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് അത് എന്ന് തോന്നുന്നു. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തമ്മിലാണ് എന്ന് മോഹൻലാൽ ടീസറിൽ പറയുന്ന ഡയലോഗ് ചെറിയ തിന്മയും വലിയ തിന്മയും തമ്മിലാണ് എന്നോ മറ്റോ ആയിരുന്നു ലൂസിഫറിൽ പറയുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഈ ടീസർ ആണെങ്കിലും ഒരു പതിഞ്ഞ താളത്തിൽ തുടങ്ങി വർദ്ധിത വീര്യത്തിൽ കൂടുതൽ ചടുലമായി മുന്നോട്ട് പോകുന്നത് പോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ടീസറിൽ കാണുന്ന ഓരോ ഫ്രെയിമും ഷോട്ടും എല്ലാം അത്യുഗ്രനായിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. ലൂസിഫർ അവസാനിക്കുമ്പോൾ ഖുറേഷി അബ്രഹാം ഒരു ഭയപ്പെടേണ്ട ആളാണ് എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓർമ്മിക്കുന്നില്ലേ, ഫോൺ ചെയ്യുന്ന ശക്തി കപൂർ? അദ്ദേഹം ഖുറേഷി അബ്രഹാം എന്ന ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയചകിതനായി നിൽക്കുന്നുണ്ട്. അതെല്ലാം ഖുറേഷി അബ്രഹാം കൂടുതൽ ഫെറോഷ്യസായി വരുന്നു എന്നുമായിരിക്കാം പൃഥ്വിരാജും മുരളി ഗോപിയും ഉദ്ദേശിച്ചത്. ടീസറിൽ കാണിക്കുന്ന ഷോട്ടുകൾ ആണെങ്കിലും ഒരു ഇംഗ്ലീഷ് ചിത്രം കാണുന്ന പ്രതീതി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിശയോക്തി ആവില്ല. തീ പിടിച്ച് ഓടുന്ന കുതിരയും മറ്റും VFX തന്നെ ആയിരിക്കാം, പക്ഷേ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ടീസറിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അഗ്നിനാമ്പുകൾ കൂടെ കാണുന്നുമുണ്ട്. ഒരുപക്ഷെ തിയേറ്ററിലും അഗ്നി പടർത്തുവാൻ സാധ്യതയുണ്ട് L2 എമ്പുരാൻ. മെഴ്സിനറി വേഴ്സ് പോലെ തോന്നുന്ന രംഗങ്ങളും ടീസറിൽ കാണാം. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഒരു ക്യാമിയോ അപ്പിയറൻസ് ഉണ്ടാകുമെന്ന് സോഷ്യൽ മീഡിയ കുറേ കാലമായി പറയുന്നുണ്ട്. പക്ഷേ ആൻ്റണി പെരുമ്പാവൂരോ പൃഥ്വിരാജോ അത് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മിസ്റ്റീരിയസ് വ്യക്തിത്വത്തിലേക്കും ഭൂതകാലത്തിലേക്കും വെളിച്ചം വീശുന്ന കുറേയേറെ സംഭവങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ. ചിത്രം ലൂസിഫറിൻ്റെ ഒരു പ്രീക്വലും ഒരു സീക്വലും ആയേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ചില ഫാൻസ് അഭിപ്രായപ്പെടുന്നത് യുദ്ധത്തിന് ശേഷം
അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒക്കെ ഇടപെടുന്ന അബ്രാം ഖുറേഷിയെയും ചിത്രത്തിൽ കാണുവാൻ പറ്റും എന്നാണ്. സാധ്യതയുണ്ട്. കാരണം ടീസറിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇറാഖിലെ ഖർഗോഷ് എന്ന ഗോസ്റ്റ് സിറ്റി കൂടി കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ ടീസർ നന്നായിട്ടുണ്ട്. പക്ഷേ പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് വലിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു അതിശക്തമായ പരിപാടിയൊന്നും ടീസറിൽ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. ഒരുപക്ഷെ റിലീസ് ചെയ്യുവാൻ ഇനിയും 2 മാസം കൂടി ഉള്ളത് കൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്തത്. മാത്രമല്ല ട്രെയിലർ അത് ടീസറിന് മുകളിൽ വരണമെങ്കിൽ ടീസർ ഒരല്പം ലോ പ്രൊഫൈൽ ആയാലേ പറ്റും. മാത്രമല്ല പൃഥ്വിരാജ് ഈ സിനിമയെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം ഒരു കൊച്ചു സിനിമ, വലിയ മുതൽ മുടക്കൊന്നുമില്ലാത്ത ഒരു കൊച്ചു സിനിമ എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. നല്ലതാണ്. ഹൈ എക്സ്പെക്റ്റേഷൻസ് കൊടുക്കേണ്ട എന്നൊരു സ്ട്രാറ്റജിയുടെ ഭാഗം കൂടിയാകാം അത്. ലൂസിഫർ ഉണ്ടാക്കിയ ഹൈപ്പിൽ മാത്രം പിടിച്ചങ്ങനെ പ്രേക്ഷകൻ നിൽക്കട്ടെ, അതായിരിക്കാം ഒരുപക്ഷെ അവരുടെ പ്ലാൻ. ഹൈ എക്സ്പെക്റ്റേഷൻസ് പ്രേക്ഷകന് കൊടുക്കുകയും പിന്നീട് ആ ഒരു ലെവലിൽ എത്തിയില്ല എന്നൊരു തോന്നൽ പ്രേക്ഷകന് ഉണ്ടാകുകയും വേണ്ട എന്നൊരു ചിന്തയാകാം അതിന് കാരണം. എന്തായാലും 2025 എമ്പുരാൻ മോഹൻലാലിൻ്റെ ഒരു തിരിച്ചുവരവ് ആഘോഷിക്കുന്ന ചിത്രമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എമ്പുരാന് ഒരു 3-ാം ഭാഗം കൂടി വരുന്നുണ്ട് എന്ന് പൃഥ്വിരാജ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾക്കായി ഇനി ട്രെയിലർ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.